ബാലഗോപാലിനേക്കാൾ സാമ്പത്തികമായ ശക്തിയുള്ള പുള്ളിക്ക്. ബാലഗോപാൽ ഏറ്റവും കരുത്തുള്ള മന്ത്രിയായി ഇപ്പൊ റെഡി ക്യാഷ് സാമ്പത്തികമായി. റെഡി ക്യാഷ് 2.5 ലക്ഷം കോടി രൂപ കയ്യിലുള്ള ഒറ്റയാളേ ഉള്ളൂ, പുള്ളി മാത്രമേ ഉള്ളൂ. മാസം മിനിസ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ ബാലഗോപാൽ വ്യവസായ വകുപ്പ് മന്ത്രി പോലും ഇല്ല കൈ. ധനകാര്യമന്ത്രിയുടെ ഇല്ല 2.5 ലക്ഷം കോടി. ശരി, അദ്ദേഹം അത് കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ പണമുള്ള ആള് മൂപ്പർ. അതിൽ ഞാൻ ചേട്ടാന്ന് പറഞ്ഞു നടക്കുന്നത്. അതിന്റെ പ്രയോജനമൊന്നും വരുന്നില്ല. വരണം അത് മത്സ്യമേഖലയിലോട്ട് വരണം. അതിനു വേണ്ടി വിഴിഞ്ഞത്തിന്റെ കഥ പറഞ്ഞ് നമ്മളെ ആവേശം കൊള്ളിച്ചിട്ട് കാര്യമില്ല. അതിന് ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം അതിലൊക്കെ എടുക്കുന്ന മുൻകൈ വലിയ ടീച്ചർ ആലോചിച്ചോണ്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്ക് എങ്ങനെ റൂട്ട് ചെയ്യാം അത് ഓൾറെഡി റൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികൾക്ക് സ്കിൽ എൻഹാൻസ്മെന്റ്, നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട അസാബ് സെന്റർ ടീച്ചറുടെ വകുപ്പിൽ ഗംഭീരമായിട്ട് ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ചെയ്തു തന്ന ഒരു കാര്യമാണ്. ഏറ്റവും സൗകര്യപ്രദമായ ഒരു സെന്റർ അവിടെ തയ്യാറാക്കി. അങ്ങനെയുള്ളതുകൊണ്ടാണ് അവിടുത്തെ മത്സ്യത്തൊഴിലാളിയുടെ കുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പൊ അവിടെ കയറുന്ന ഓപ്പറേറ്റർമാരായി മാറ്റാൻ കഴിഞ്ഞത്. ഈ അസാബ് സെന്റർ വന്നതുകൊണ്ടാണ്. ട്രെയിനിങ് കൊടുത്തു.